നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രം നോക്കാം. ലൈവ് അറ്റ് 6-ൽ ആദ്യം പ്രധാന വാർത്തകൾ. 24 വെട്ടുകളുമായി പുതിയ എമ്പുരാൻ നാളെ മുതൽ. ഗോദ്രയിലെ ബലാത്സംഗങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഭാഗങ്ങൾ മാറ്റി. വില്ലന്റെ പേര് ബജ്രംഗിക്ക് പകരം ബൽദേവ് എന്നാക്കി. നന്ദിക്കാടിൽ സുരേഷ് ഗോപിയുടെ പേരില്ല. സിനിമയിൽ നിന്ന് ആകെ വെട്ടിയത് 2.08 മിനിറ്റ് ദൃശ്യങ്ങൾ. കഥയറിയാതെയല്ല മോഹൻലാൽ അഭിനയിച്ചതെന്ന് ആന്റണി പെരുമ്പാവൂർ. പൃഥ്വിരാജിനെ ആരും ഒറ്റപ്പെടുത്തിയിട്ടില്ല. വിവാദം വെറും ബിസിനസ് എന്ന് സുരേഷ് ഗോപി. It's all business, man. It's all business. Screwing up the psyche of the people and making money. That's all. പ്രദർശനം തടയണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി. ഹർജിക്കാരൻ വിജേഷിനെ സസ്പെൻഡ് ചെയ്ത് ബിജെപി. ആശമാരുടെ ഇൻസെന്റീവ് കൂട്ടുന്നത് പരിശോധിക്കാമെന്ന് JP നദ്ദ ഉറപ്പ് നൽകിയെന്ന് വീണ ജോർജ. കുടിശ്ശികയുടെ കാര്യവും പരിഗണിക്കാമെന്ന് കേന്ദ്രം. ഇൻസെന്റീവ്സ് ഉയർത്തുന്നത് സംബന്ധിച്ച കാര്യം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്, അത് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്. നിലപാടിൽ മലക്കം മറഞ്ഞ INTUC. സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ സമരപ്പന്തലിലെത്തി പിന്തുണ അറിയിക്കും. വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. ബില്ലിനെ എതിർക്കാൻ കോൺഗ്രസ്. കത്തോലിക്ക സഭയുടെ സമ്മർദ്ദത്തോടെ ആശയക്കുഴപ്പത്തിലായി കോൺഗ്രസ്, കേരള കോൺഗ്രസ് MPമാർ. ബില്ലിനെ അനുകൂലിച്ച് ദീപികയിൽ മുഖപ്രസംഗം. CPM പാർട്ടി കോൺഗ്രസിന് നാളെ മധുരയിൽ കൊടിയുയരും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിയുടെ പേര് പരിഗണനയിൽ. ഇത്തവണ വനിതാ ജനറൽ സെക്രട്ടറി ഉണ്ടാകില്ലെന്ന് ബൃന്ദ കാരാട്ട്. This time, because the two women who are in the Politburo, we are going to be stepping down from, as you know, we have a constitution which has an age limit in our party. മുഖ്യമന്ത്രിയും 9 മന്ത്രിമാരും മധുരയിൽ. നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചയാൾ ഇപ്പോഴും ഖേദം പ്രകടിപ്പിച്ചില്ലെന്ന് ശാരദാ മുരളീധരൻ. ഇത്തരം അധിക്ഷേപങ്ങൾ ഇതിനു മുൻപും നേരിട്ടു. സുമുഖനായ ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ, നിനക്ക് നീ നിർത്താൻ എന്താ വേണ്ടത് എന്ന് വിചാരിക്കുന്ന ആളുകളുമുണ്ട്. അപ്പൊ എന്ന് പറയുമ്പോഴത്തേ അവിടെയും ഒരു അർത്ഥം വരുന്നുണ്ടല്ലോ. നിനക്കെന്തോ ഭാഗ്യം, നീ എന്തോ ലോട്ടറി അടിച്ചു. അദ്ദേഹം ലോട്ടറി അടിച്ചിട്ടില്ല, ഞാനാണ് ലോട്ടറി അടിച്ചത്. വിവേചനം കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണെന്നും ചീഫ് സെക്രട്ടറി ന്യൂസ് 18 Q18-ൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ വൻ തകർച്ച. സെൻസെക്സ് 1400 പോയിന്റ് ഇടിഞ്ഞു. അമേരിക്കയുടെ കടുത്ത സാമ്പത്തിക നടപടികൾ നാളെ മുതൽ. ആശങ്കയോടെ ബിസിനസ് ലോകം. നോക്കാം വിശദമായി. വിവാദങ്ങൾക്ക് പിന്നാലെ മോഹൻലാൽ ചിത്രം എമ്പുരാനിൽ വരുത്തിയത് 24 വെട്ടുകൾ. നന്ദിക്കാടിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കി. വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബജ്രംഗി എന്നത് മാറ്റി ബൽദേവ് എന്നാക്കി. മാറ്റങ്ങളുമായി എത്തിയ എമ്പുരാൻ നാളെ തിയേറ്ററുകളിലെത്തും. നേരത്തെ 17 വെട്ടുകളാണ് ചിത്രത്തിൽ വരുത്തുന്നതെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ കൂടുതൽ രംഗങ്ങൾ മാറ്റിയതായാണ് റീ എഡിറ്റിംഗ് സെൻസർ രേഖ വ്യക്തമാക്കുന്നത്. നന്ദിക്കാടിൽ നിന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഒഴിവാക്കി. സുരേഷ് ഗോപി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പേര് നീക്കിയതെന്നാണ് റിപ്പോർട്ട്. ജ്യോതിസ് മോഹൻ IRSന്റെ പേര് മാറ്റി. ചിത്രത്തിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകൾ മുഴുവനും ഒഴിവാക്കി. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന സീനും വെട്ടിമാറ്റി. NIA എന്ന് പരാമർശിക്കുന്ന സീൻ നീക്കം ചെയ്തു. അക്രമങ്ങളുടെയും മൃതദേഹങ്ങളുടെയും സീനുകളും ഒഴിവാക്കി. ബൽരാജ്, പീതാംബരൻ എന്നീ കഥാപാത്രങ്ങളുടെ ചില സീനുകൾ നീക്കം ചെയ്തു. ഒരു കാലഘട്ടം വ്യക്തമാക്കുന്ന കാർഡ് മാറ്റി കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് എന്നുമാക്കി. TV ന്യൂസ് ദൃശ്യങ്ങളും മാറ്റി. പൃഥ്വിരാജിന്റെ കുട്ടിക്കാലം അഭിനയിച്ച കുട്ടിയുടെ കഥാപാത്രമായ സായിദ് മസൂദും അച്ഛൻ മസൂദും തമ്മിലുള്ളതും ബൽരാജും മുന്നയും തമ്മിലുള്ള ചില സംഭാഷണങ്ങളും മാറ്റി. ആഭ്യന്തരമന്ത്രിയെക്കുറിച്ചുള്ള ബജ്രംഗിയുടെ സംഭാഷണവും ഒഴിവാക്കിയിട്ടുണ്ട്. സ്വരൂപ കർത്ത, K. റോഷ്നിദാസ്, GM മഹേഷ്, IM മഞ്ജുഷൻ,
ടി നദീം തുഫൈൽ എന്നിവരുടെ കമ്മിറ്റി ചിത്രം കണ്ടു നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ആകെ 2 മിനിറ്റ് 8 സെക്കൻഡ് ദൃശ്യങ്ങളാണ് മാറ്റിയിരിക്കുന്നത്. മാറ്റങ്ങളുമായി പുതിയ എമ്പുരാൻ നാളെ തിയേറ്ററുകളിലെത്തും. ന്യൂസ് 18 കൊച്ചി. മോഹൻലാൽ സിനിമയുടെ കഥ അറിഞ്ഞു തന്നെയാണ് എമ്പുരാനിൽ അഭിനയിച്ചതെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ. സിനിമ റീ എഡിറ്റ് ചെയ്യാൻ ആരും സമ്മർദ്ദം ചെലുത്തിയില്ലെന്നും തീരുമാനം ഒന്നിച്ചെടുത്തതാണെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. എമ്പുരാൻ വിവാദമടക്കം എല്ലാം ബിസിനസ് അല്ലേ എന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഒരു സിനിമ നിർമ്മാതാവ് എന്നുള്ള നിലയിലും സംവിധായകനും അതിനകത്ത് അഭിനയിച്ച ആൾക്കാർക്കും ഒക്കെ ഒരു ബാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങളുടേതായ ഒരു തീരുമാനമാണ്, ഞങ്ങൾ ഒന്നിച്ച് കൂടായിട്ട് എടുത്തൊരു തീരുമാനമാണ്. അതിലൂടെയാണ് ഈ ഒരു എഡിറ്റ് നടന്നിരിക്കുന്നത്. അത് 2 മിനിറ്റും ചെറിയ സെക്കൻഡും മാത്രമാണ് ആ സിനിമയിൽ നിന്നും മാറ്റിയിരിക്കുന്നത്. ഇത് വേറെ ആരുടെ നിർദ്ദേശപ്രകാരമൊന്നുമല്ല, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ചെയ്തിരിക്കുന്നതാണ്. മോഹൻലാൽ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന മേജർ രവിയുടെയും വിവിധ സംഘപരിവാർ സംഘടനാ നേതാക്കളുടെയും വാദങ്ങളെ തള്ളിയാണ് ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളെ കണ്ടത്. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കേണ്ട. ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ചിത്രം റീ എഡിറ്റ് ചെയ്തതെന്ന വാദവും തിരക്കഥാകൃത്ത് മുരളീഗോപിക്ക് അതൃപ്തിയുണ്ടെന്ന വിമർശനവും ആന്റണി പെരുമ്പാവൂർ തള്ളുന്നു. ഞാൻ എന്ന വ്യക്തി മനസ്സിലാക്കുന്നു അതിൽ അതൃപ്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ല, അത് ഇനിയും നാളെ അത് ഷെയർ ചെയ്തില്ലെങ്കിലും അതിന് സമ്മതമുണ്ട് എന്ന് വിചാരിക്കുക. അതേസമയം വിവാദമേ തട്ടിപ്പെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. What is the controversy? Who has raised the controversy? It's all business, ma'am. It's all business. Screwing up the psyche of the people and making money. That's all. എമ്പുരാൻ സിനിമയുടെ പേരിൽ പൃഥ്വിരാജിനും മോഹൻലാലിനുമെതിരെ സംഘടിത ആക്രമണം നടക്കുകയാണെന്ന് കേരളത്തിൽ നിന്നുള്ള എംപിമാർ വിമർശിച്ചു. ഇത് സംബന്ധിച്ച് ഹൈബി ഈഡൻ ലോക്സഭയിലും എ റഹീം രാജ്യസഭയിലും നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളി. ന്യൂസ് 18 കൊച്ചി. എമ്പുരാൻ പ്രദർശനം അടിയന്തരമായി തടയണമെന്ന ആവശ്യം തള്ളി ഹൈക്കോടതി. ഹർജിക്കാരന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടെന്ന് ഹൈക്കോടതി വിമർശിച്ചു. ഹർജി സംസ്ഥാന സർക്കാർ എതിർത്തു. സെൻസർ ബോർഡ് ഒരിക്കൽ അനുമതി നൽകിയാൽ പ്രദർശനത്തിന് വിലക്കില്ല. എമ്പുരാൻ സിനിമയ്ക്കെതിരെ ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും സർക്കാർ അറിയിച്ചു. സർക്കാർ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രദർശനം തടയണമെന്ന ആവശ്യം തള്ളി. മോഹൻലാൽ, പൃഥ്വിരാജ്, ആന്റണി പെരുമ്പാവൂർ, ഗോകുലം ഗോപാലൻ എന്നിവരെ എതിർകക്ഷിയാക്കിയായിരുന്നു ഹർജി. ബിജെപി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ബി.വി. വിജേഷാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി നൽകിയതിന് വിജേഷിനെ ബിജെപി സസ്പെൻഡ് ചെയ്തു. സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് റീ എഡിറ്റ് ചെയ്യേണ്ടി വന്ന മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാനുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദം. സിനിമയിൽ അണക്കെട്ടിനെക്കുറിച്ച് പരാമർശിക്കുന്ന രംഗങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിലെ ഒരു വിഭാഗം കർഷകർ രംഗത്തെത്തി. സിനിമയിൽ സാങ്കല്പിക പേരിലാണ് അണക്കെട്ടെങ്കിലും ഇത് മുല്ലപ്പെരിയാറിനെ ഉദ്ദേശിച്ചുള്ളതാണെന്നും ഇത് ഒഴിവാക്കിയില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നും പെരിയാർ വൈഗ ഇറിഗേഷൻ ഫാർമേഴ്സ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. തമിഴ്നാട് കമ്പത്തെ ഗോകുലം ചിറ്റ്സ് ശാഖയ്ക്ക് മുന്നിൽ നാളെ ഉപരോധ സമരം നടത്തും. ആശാവർക്കർമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിശോധിക്കാമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ അറിയിച്ചെന്ന് മന്ത്രി വീണ ജോർജ്. കേന്ദ്രമന്ത്രിയുടെ നിലപാടിൽ പ്രതീക്ഷയുണ്ടെന്നും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ജെ.പി. നദ്ദയെ ധരിപ്പിച്ചെന്നും വീണ ജോർജ് വ്യക്തമാക്കി. ഇൻസെന്റീവ്സ് വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം ഇവരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ വുമൻ വോളണ്ടിയർ എന്നുള്ളതാണല്ലോ സെൻട്രൽ ഗൈഡ് ലൈൻ, യൂണിയൻ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻ അങ്ങനെയാണ്. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇൻസെന്റീവ്സ് ഉയർത്തുന്നത് സംബന്ധിച്ച കാര്യം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്, അത് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്. അതോടൊപ്പം നമുക്ക് 2023-24 ശേഷിക്കുന്നത് നൽകുന്നത് സംബന്ധിച്ച കാര്യം അതും വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം അത് പരിഗണിച്ച് അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറഞ്ഞു.
ആശാസമരത്തോടുള്ള നിലപാട് തിരുത്തി INTUC സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ. ആശാസമരത്തിന് പിന്തുണ നൽകും. മറ്റന്നാൾ സമരപന്തലിലെത്തി പിന്തുണ അറിയിക്കും. സമരത്തെ പിന്തുണയ്ക്കണമെന്ന് VD സതീശനും KC വേണുഗോപാലും അഭ്യർത്ഥിച്ചതായി ചന്ദ്രശേഖരൻ പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതി നാളെ ലോക്സഭയിൽ 8 മണിക്കൂർ ചർച്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ബില്ലിനെ എതിർക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം ആവർത്തിച്ചു. KCBCയുടെ അടക്കം സമ്മർദ്ദം നിലനിൽക്കെ ഇതോടെ UDF പ്രതിരോധത്തിലായി. ബില്ലിനെ എതിർക്കാൻ NDA സഖ്യകക്ഷിയായ JDUവിനും സമ്മർദ്ദം ശക്തമാണ്. ബജറ്റ് സമ്മേളനം അവസാനിക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസാക്കിയെടുക്കാനാണ് കേന്ദ്ര നീക്കം. നാളെ ലോക്സഭയിലും മറ്റന്നാൾ രാജ്യസഭയിലും ബില്ല് കൊണ്ടുവന്ന് പാസാക്കിയെടുക്കുകയാണ് ലക്ഷ്യം. I had proposed before the committee that tomorrow on 2nd April we are bringing the Waqf Amendment Bill, and for that we have to allocate time for discussion. And we had proposed that initially from 4 hours, 6 hours, whatever the committee decides, government is okay. ലോക്സഭയിലും രാജ്യസഭയിലും തനിച്ച് ഭൂരിപക്ഷമില്ലാത്ത BJPക്ക് TDPയുടെയും JDUവിന്റെയും നിലപാട് നിർണായകമാണ്. ഈ 2 പാർട്ടികളും ബില്ലിനെ പരസ്യമായി എതിർത്തിട്ടില്ലെങ്കിലും സമ്മർദ്ദം ശക്തമാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പ്രത്യേകിച്ച് JDUവിന്മേൽ. മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അടക്കമുള്ള മുസ്ലിം സംഘടനകൾ ബില്ലിനെ എതിർക്കണമെന്ന് JDUവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ ബില്ലിനെ എതിർക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം ആവർത്തിച്ചതിനാൽ UDFിൽ ഇതേ ആശയക്കുഴപ്പമുണ്ട്. ബില്ലിനെ തുറന്നെതിർക്കുകയാണ് മുസ്ലിം ലീഗ്. KCBCയും CBCIയും കേരളത്തിൽ നിന്നുള്ള MPമാർ ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന നിലപാടെടുത്ത സാഹചര്യത്തിൽ എല്ലാ വ്യവസ്ഥകളോടും എതിർക്കേണ്ടതില്ലെന്ന നിലപാട് ചില കോൺഗ്രസ് MPമാർക്കുണ്ട്. കേരള കോൺഗ്രസിനും ഇതേ നിലപാടാണ്. ഇടതുമുന്നണിയുടെ ഭാഗമായ കേരള കോൺഗ്രസ് Mനും പ്രതിസന്ധിയുണ്ട്. ബിൽ നിയമസഭയിൽ വരുമ്പോൾ ഈ അംഗങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് ദീപികയിൽ മുഖപ്രസംഗം. ബില്ലിനെ അനുകൂലിച്ചില്ലെങ്കിൽ കേരളത്തിലെ MPമാരുടെ മതേതര നിലപാട് ചരിത്രമാകും. ബില്ലിനെക്കുറിച്ച് CPMഉം കോൺഗ്രസിനും ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ല. മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കുമെന്ന് പറയുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും പാർലമെന്റിൽ ഇരട്ടത്തപ്പ കാണിക്കുകയാണെന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. വഖഫ് ഭേദഗതി ബില്ലിന് KCBCയുടെ പിന്തുണയ്ക്ക് നന്ദിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ബില്ലിനെ കോൺഗ്രസ് പിന്തുണച്ചില്ലെങ്കിൽ മുനമ്പത്തെ ജനത്തിന് ഒപ്പമല്ല അവർ എന്നത് വ്യക്തമാകും. പട്ടം ബിഷപ്പ് ഹൌസിലെത്തി കർദിനാൾ മാർ ക്ലെമീസ് കത്തോലിക്ക ബാവയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇന്നലെ മിഞ്ഞാന്ന് KCBC ഇറക്കിയ ആ പ്രസ് റിലീസും കേരളത്തിന്റെ MPസിന്റെ വഖഫ് അമെൻമെന്റ് ബില്ലിന് പിന്തുണ കൊടുക്കാനൊരു റിക്വസ്റ്റും അതിനും ഞാൻ അദ്ദേഹത്തിനെ താങ്ക് ചെയ്തു. വേറെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എത്രയോ പണി ചെയ്യാൻ ഉണ്ട്, അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞു. സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ ആരും കൂട്ടുനിൽക്കരുതെന്ന് EP ജയരാജൻ. വഖഫ് ഭേദഗതി ബിൽ സംബന്ധിച്ച ചോദ്യത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വർഗീയ ധ്രുവീകരണമാണ് BJP ലക്ഷ്യമെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു. ഈ നാട്ടിൽ സമാധാനമുണ്ടാകണം, രാജ്യ താൽപര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ ഇത്തരമൊരു ബില്ല് കൊണ്ടുവരുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. സമാധാനപരമായ ഒരു അന്തരീക്ഷത്തെ തകർക്കാൻ ആരും കൂട്ടുനിൽക്കരുത്. ഈ നാടിന് തീ കൊടുക്കരുത്. ഐക്യവും സാഹോദര്യവും കാത്തു സൂക്ഷിക്കണം. BJPയുടെ ലക്ഷ്യം ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കലാണ്. ആ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി അവർ ഏത് വഴികളും സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണിത്. എനിക്ക് ജനങ്ങളോടാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു പാർട്ടിയും ഒരു സംഘടനയും രാജ്യത്തിന്റെ മതസാഹോദര്യം ദുർബലപ്പെടുത്താൻ പരിശ്രമിക്കരുത്. കയ്യിൽ നിന്ന് അകന്നുപോയാൽ, കൈവിട്ടുപോയാൽ നമുക്ക് ആപത്തായിരിക്കും. എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. CPM പാർട്ടി കോൺഗ്രസിന് നാളെ മധുരയിൽ കൊടിയുയരും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിയുടെ പേര് സജീവ പരിഗണനയിലുണ്ട്. 77 വയസ്സ് പിന്നിട്ട വൃന്ദ കാരാട്ടിന് ഇളവ് നൽകി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന അഭിപ്രായവും ശക്തമാണ്. എന്നാൽ കേരള ഘടകത്തിന്റെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നിലപാട് നിർണായകമാകും. പാർട്ടി കോൺഗ്രസിന് മധുര ഒരുങ്ങിക്കഴിഞ്ഞു. തമിഴ്നാട്ടിൽ CPMന് സ്വാധീനമുള്ള പ്രദേശങ്ങളിലൊന്നായ മധുരയിൽ എങ്ങും ചെങ്കൊടികൾ മാത്രം. പ്രതിനിധികളും നേതാക്കളും സമ്മേളന നഗരിയിലേക്ക് എത്തിത്തുടങ്ങി.
പുതിയ ജനറൽ സെക്രട്ടറി ആരാകുമെന്നതാണ് സമ്മേളനത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. MA ബേബി EMSന്റെ പിൻഗാമിയായി CPM ജനറൽ സെക്രട്ടറി ആകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളിൽ വലിയൊരു വിഭാഗം ബേബിയെ പിന്തുണയ്ക്കുന്നുമുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണ MA ബേബിക്ക് കിട്ടുമോ എന്നതിൽ വ്യക്തതയില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന സീതാറാം യെച്ചൂരിക്ക് പകരക്കാരനെ കണ്ടെത്തുക CPMന് എളുപ്പമല്ല. ബൃന്ദ കാരാട്ടിനെ പോലെ സുപരിചിതയായ നേതാവിന് അവസരം കൊടുക്കണമെന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ പ്രായപരിധിയാണ് ബൃന്ദയ്ക്ക് മുന്നിലെ വെല്ലുവിളി. നീലോൽപൽ ബസു, BV രാഘവലു, അശോക് ദാവളെ തുടങ്ങിയവരെയും പരിഗണിച്ചേക്കാം. പൊളിറ്റ് ബ്യൂറോയിലേക്ക് കേരളത്തിൽ നിന്ന് ഒഴിവില്ലെങ്കിലും ബൃന്ദയ്ക്ക് പകരക്കാരിയായി KK ശൈലജയെ പരിഗണിച്ചേക്കാം. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കോടിയേരി ബാലകൃഷ്ണന്റേതുൾപ്പെടെ 3 ഒഴിവുകളാണ് കേരളത്തിൽ നിന്നുള്ളത്. PK ബിജു, മുഹമ്മദ് റിയാസ്, TP രാമകൃഷ്ണൻ, MB രാജേഷ്, PK സനവ എന്നിവരാണ് പരിഗണനയിൽ. BJP സർക്കാർ ഫാസിസ്റ്റാണോ നവഫാസിസ്റ്റാണോ എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കും പാർട്ടി കോൺഗ്രസ് വ്യക്തത വരുത്തും. BJPയെ ചെറുക്കാൻ ജനാധിപത്യ മതേതര ബദൽ ശക്തിപ്പെടുത്തണം. ഒപ്പം പാർട്ടി എന്ന നിലയിൽ നഷ്ടപ്പെട്ടുപോയ ജനകീയ അടിത്തറയും സ്വാധീനവും തിരിച്ചുപിടിക്കണം. അതിനുള്ള ചർച്ചകളാകും മധുര പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാവുക. ഒപ്പം സീതാറാം യെച്ചൂരിയുടെ പകരക്കാരനെയും പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുക്കും. മധുരയിൽ നിന്നും ക്യാമറാമാൻ പ്രഭാകരനൊപ്പം VV അരുൺ, ന്യൂസ് 18. പ്രായപരിധിയിൽ ഇളവ് നൽകണമോ എന്ന് കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കുമെന്ന് KK ശൈലജ. പ്രായം കൊണ്ട് ആരും പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല. ചെറുപ്പക്കാർക്ക് അവസരം നൽകാൻ കമ്മിറ്റിയിൽ നിന്ന് ഒഴിയുന്നവരും പാർട്ടിയുടെ ഭാഗമായി ഉണ്ടാകുമെന്നും പാർട്ടി കേഡർമാർക്ക് റിട്ടയർമെന്റ് ഇല്ലെന്നും KK ശൈലജ പറഞ്ഞു. അതേസമയം PBയിലെത്തുമോ എന്ന ചോദ്യത്തിന് അതൊന്നും തീരുമാനമായിട്ടില്ലെന്നും വനിതാ നേതാക്കളിൽ ആര് വന്നാലും സന്തോഷമെന്നും PK ശ്രീമതി പ്രതികരിച്ചു. ഒഴിഞ്ഞു പോകുന്നില്ല ആരും. പ്രായം കൂടിയ ആളുകളെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നത് ഞങ്ങൾക്കൊരു നമ്പർ ലിമിറ്റ് ഉണ്ട്, എണ്ണം പരിമിതമാണ്. കണ്ടമാന ആളുകൾ എല്ലാവരെയും സെക്രട്ടറി ആക്കുക, അങ്ങനെ ചില പാർട്ടികളൊക്കെ ചെയ്യാറുണ്ട്. പറയുന്ന ആളൊക്കെ സെക്രട്ടറി, അങ്ങനെയില്ല ഞങ്ങൾക്ക്. ഞങ്ങളതൊരു കേഡർ പാർട്ടിയാണ്. അതുകൊണ്ട് എണ്ണം ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ആ എണ്ണത്തിൽ ഒതുങ്ങുമ്പോൾ പ്രായം ചെന്ന ആളുകൾ മാറി നിന്ന് ചെറുപ്പക്കാരെ, എത്രയധികം ചെറുപ്പക്കാരെയാണ് കഴിഞ്ഞ 2-3 പാർട്ടി കോൺഗ്രസുകളിലൂടെ നമ്മൾ കൊണ്ടുവന്നത്. അവർക്കൊരു അവസരം കൊടുക്കണം. അവർ വളരെ മിലിറ്റന്റ് ആയിട്ടുള്ളൊരു വിഭാഗമാണ് ചെറുപ്പക്കാർ. അപ്പോൾ അവർ വരുമ്പോൾ പ്രായം ചെന്ന ആളുകൾ കമ്മിറ്റിയിൽ നിന്ന് മാറുന്നു എന്നേ ഉള്ളൂ. CPMന്റെ ദൈനംദിന പ്രവർത്തനത്തിൽ അവരുടെ എക്സ്പീരിയൻസും അവരുടെ അറിവും എല്ലാം പൂർണ്ണമായി വിനിയോഗിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. അല്ല, ഞാൻ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നടക്കുമെങ്കിൽ ഇവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആഗ്രഹങ്ങൾ പലർക്കും പല രീതിയിലുണ്ടാകും. പക്ഷെ ആഗ്രഹങ്ങളൊന്നും അങ്ങനെ എല്ലാവരും പുറത്ത് പറയില്ലല്ലോ. ആഗ്രഹങ്ങൾ മനസ്സിൽ വെക്കും, പ്രതീക്ഷകളുണ്ടാകും. പ്രതീക്ഷകൾക്കനുസരിച്ച് പലർക്കും സ്ഥാനങ്ങൾ ലഭിക്കുന്നല്ലാതെ നമുക്കൊന്നും അതിന് ആധികാരികമായി പറയാനുള്ള യാതൊരു അധികാരവുമില്ല, അതിന് അവകാശമില്ല. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മധുരയിലെത്തി. മധുര മാരിറ്റ് ഹോട്ടൽ ഇനിയുള്ള 6 ദിവസം മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസായി പ്രവർത്തിക്കും. മുഖ്യമന്ത്രിക്കൊപ്പം 9 മന്ത്രിമാരും പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ അതിഥിയായ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി P ഷൺമുഖം, മധുര MP സു വെങ്കടേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ സ്വീകരണം വേറെ. കുടുംബസമേതമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനെത്തിയത്. CPMന്റെ മന്ത്രിമാരിൽ വീണ ജോർജും V അബ്ദുറഹ്മാനും ഒഴികെയുള്ള 9 മന്ത്രിമാർ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നുണ്ട്. പാർട്ടി കോൺഗ്രസ് സമാപിക്കും വരെ മാരിയറ്റ് ഹോട്ടലാകും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്യാമ്പ് ഓഫീസ്. സംസ്ഥാന ഭരണവുമായി ബന്ധപ്പെട്ട അടിയന്തര നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും 6 നാൾ ഇവിടം കേന്ദ്രീകരിച്ചാകും. VV അരുൺ, ന്യൂസ് 18, മധുര. തമിഴ്നാട് BJPയുടെ അധ്യക്ഷ പദവിയിൽ നിന്ന് K അണ്ണാമലയെ മാറ്റും. AIADMKയുമായി സഖ്യം വരുമ്പോൾ ജാതി സമവാക്യം പാലിക്കാനാണ് അണ്ണാമലയെ ഒഴിയുന്നതെന്നാണ് BJP വൃത്തങ്ങളുടെ വിശദീകരണം. പകരം അണ്ണാമലയ്ക്ക് മറ്റ് സുപ്രധാന പദവി നൽകിയേക്കും. ഡൽഹിയിൽ ചർച്ച നടത്തിയെന്ന് അമിത്ഷാ തന്നെയാണ് ഇക്കാര്യം അണ്ണാമലയെ അറിയിച്ചത്. AIADMK BJP സഖ്യം തകർന്നതിൽ മുഖ്യ കാരണം അണ്ണാമലയുടെ നിലപാടായിരുന്നു. ഏതു വിധേനയും തമിഴ്നാട് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ AIADMKയുമായി വീണ്ടും കൈകോർക്കാനൊരുങ്ങുമ്പോൾ അണ്ണാമലയെ മാറ്റി പുതിയ അധ്യക്ഷനെ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് BJP. എടപ്പാടി പളനിസ്വാമി ഡൽഹിയിലെത്തി അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സഖ്യത്തിന് പുറമെ അണ്ണാമലയോടുള്ള പാർട്ടി നിലപാടും പങ്കുവച്ചതായാണ് സൂചന. ഇതുകൂടി കണക്കിലെടുത്താണ് BJP തീരുമാനം. എന്നാൽ അണ്ണാമലയെ മാറ്റുന്നതിന് മറ്റു ചില വാദങ്ങളാണ് BJP നിരത്തുന്നത്.
സഖ്യം വരുമ്പോൾ ജാതി സമവാക്യം പാലിക്കേണ്ടതുണ്ട്. AIADMK ജനറൽ സെക്രട്ടറി പളനിസ്വാമി കൊങ്കുനാട്ടിൽ നിന്നുള്ള നേതാവാണ്. ഇതേ മേഖലയിൽ നിന്നുള്ള നേതാവാണ് അണ്ണാമലയും. രണ്ടുപേരും ഗൗണ്ടർ സമുദായാംഗങ്ങളും. കൊങ്കുനാട് ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തമിഴ്നാട്ടിൽ BJPക്ക് സ്വാധീനമുണ്ടെങ്കിലും മറ്റിടങ്ങളിലേക്ക് അടിത്തറ വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതിന് DMK ശക്തി കേന്ദ്രമായ പടിഞ്ഞാറൻ തമിഴ്നാട്ടിൽ സ്വാധീനം വർദ്ധിപ്പിക്കണമെന്നും BJP വൃത്തങ്ങൾ പറയുന്നു. അണ്ണാമലയ്ക്ക് പകരം അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന നയനാർ നാഗേന്ദ്രൻ ഗൗണ്ടർ സമുദായാംഗവും തെക്കൻ തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാവുമാണ്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നേടാനായില്ലെങ്കിലും BJPയുടെ സാന്നിധ്യം സംസ്ഥാനമൊട്ടാകെ അറിയിക്കാൻ അണ്ണാമലയ്ക്ക് സാധിച്ചു എന്നാണ് പാർട്ടി വിലയിരുത്തൽ. ഇതുകൂടി കണക്കിലെടുത്ത് ദേശീയ തലത്തിൽ സുപ്രധാന പദവി നൽകാനാണ് BJP ആലോചന. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം പാളയം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ എക്സൈസിന്റെ മിന്നൽ പരിശോധന. തമിഴ്നാട് സ്വദേശികളായ 2 വിദ്യാർത്ഥികളുടെ മുറികളിൽ നിന്ന് 20 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. അതേസമയം SFIയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ബോധപൂർവമായ നീക്കമാണ് ചിലർ നടത്തുന്നതെന്ന് സംഘടനാ നേതൃത്വം ആരോപിച്ചു. കേരള സർവകലാശാലയ്ക്ക് ഹോസ്റ്റലുമായി ബന്ധമില്ലെന്നായിരുന്നു വൈസ് ചാൻസലറുടെ പ്രതികരണം. രാവിലെ 11 മണിയോടെയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം പാളയം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ പരിശോധനയ്ക്കെത്തിയത്. വേനലവധി ആരംഭിച്ചതിനാൽ മിക്ക മുറികളിലും വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. സംശയം തോന്നിയ മുറികൾ തുറന്നു നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് തമിഴ്നാട് സ്വദേശികളുടെ പക്കൽ നിന്ന് 20 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത്. അതേസമയം SFIയെ സംശയനിഴലിൽ നിർത്താനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് ചില മാധ്യമങ്ങൾ നടത്തുന്നതെന്ന വിമർശനവുമായി ജില്ലാ നേതൃത്വം രംഗത്തെത്തി. നിലവിൽ SFI പ്രവർത്തകൻ എന്നൊക്കെ പല മാധ്യമങ്ങൾക്കകത്തും സൂചിപ്പിക്കുന്നുണ്ടായി. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് SFI പ്രവർത്തകൻ എന്ന് മാധ്യമങ്ങൾ പറയാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്? അത് ഏത് രൂപത്തിലേക്കാണ് SFI പ്രവർത്തകൻ എന്ന് പറയുന്നുണ്ടായിട്ടുള്ളത്? ഏത് റൂമിനകത്ത് നിന്നാണ് അല്ലെങ്കിൽ ഏത് ആളുകളെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത് എന്ന് എന്ത് കൺഫർമേഷനാണ് നിലവിലെ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്? അപ്പോഴും പറയുകയാണ് SFI ആണ്, SFIയുടെ ഹോസ്റ്റലാണ്, SFIയുടെ നേതൃത്വത്തിലുള്ള ഹോസ്റ്റലാണ് എന്ന്. കേരള സർവകലാശാലയ്ക്ക് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുമായി ബന്ധമില്ലെന്ന് വൈസ് ചാൻസലർ. അത് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഹോസ്റ്റലല്ല. കേരള ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന ഹോസ്റ്റലാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയുടെ അധികാരികൾക്ക് ആർക്കും തന്നെ അതിൻ്റെ ഭരണത്തിലോ ഒന്നിലും പങ്കില്ല. അതേസമയം യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ നടപടിയെ, പോലീസ് നടപടിയെ യൂണിവേഴ്സിറ്റി സ്വാഗതം ചെയ്യുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ എല്ലാ ഹോസ്റ്റലുകളും ഈ രീതിയിൽ പോലീസ് റെയ്ഡ് നടത്തണമെന്നും അവിടുത്തെ കുട്ടികളെ ഇങ്ങനെ ലഹരി ഉപയോഗിക്കാത്തവരാണ് എന്ന് ഡിക്ലെയർ ചെയ്യണമെന്നുള്ളതാണ്. എക്സൈസ് സംഘം ഒരു മുറിക്കുള്ളിൽ മാത്രം പേരിന് വേണ്ടിയുള്ള പരിശോധനയാണ് നടത്തിയതെന്നും ഈ ഘട്ടത്തിൽ ഒരു സംഘടനയ്ക്കെതിരെയും ആരോപണം ഉന്നയിക്കാൻ ഇല്ലെന്നും KSU ഭാരവാഹികൾ വ്യക്തമാക്കി. ഒരു മുറിയിൽ മാത്രം പരിശോധന നടത്തി 20 ഗ്രാം കഞ്ചാവ് പിടികൂടിയതിനു ശേഷം ആ എക്സൈസ് സംഘം ഇവിടെ നിന്നും മടങ്ങിപ്പോയി എന്നുള്ളതാണ്. മറ്റിടങ്ങളിലേക്ക് പരിശോധന നടത്തുവാനോ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുവാനോ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. ലഹരി വ്യാപനത്തിന് തടയിടുന്നതിന്റെ ഭാഗമായി നഗരത്തിലെ മറ്റ് കോളേജ് ഹോസ്റ്റലുകളിലും നിരീക്ഷണം ശക്തമാക്കാനാണ് പോലീസിന്റെയും എക്സൈസിന്റെയും തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. യുവാക്കൾ ലഹരിക്ക് അടിമകളാകുന്നത് വേദനാജനകമെന്ന് രാഹുൽ ഗാന്ധി. പ്രതീക്ഷയറ്റ ഭാവിയും സമ്മർദ്ദവുമാണ് ലഹരിയിലേക്ക് നയിക്കുന്നത്. യുവാക്കളിൽ പ്രതീക്ഷയുണർത്താനും നമ്മുടെ കുട്ടികളെ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാനും ഒന്നിച്ചുള്ള നടപടികളാണ് വേണ്ടതെന്നും രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച പ്രത്യേക ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ. ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും തടയാൻ ഇപ്പോഴത്തെ സർക്കാരിനോ മുൻപത്തെ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ലെന്ന് NSS. ജനങ്ങളും രക്ഷകർത്താക്കളും സർക്കാരിന്റെ പിന്തുണ ആവശ്യപ്പെടണം. ലഹരി വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവരെ ഒറ്റപ്പെടുത്തണം. ലഹരിയെ നേരിടാൻ സർക്കാരും ജനങ്ങളും രക്ഷകർത്താക്കളും മുന്നിട്ടിറങ്ങണം. ലഹരിക്കെതിരെ പ്രവർത്തിക്കാൻ കരയോഗങ്ങൾക്കും NSS നിർദ്ദേശം നൽകി. കേരള സർവകലാശാലയ്ക്ക് കീഴിൽ വിവിധ കോളേജുകളിൽ 71 MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട സംഭവത്തിൽ വീഴ്ചയുണ്ടായെന്ന് വൈസ് ചാൻസലർ. പരീക്ഷാ കൺട്രോളർ കൈമാറുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. ഇന്റേണലായിട്ട് നടപടി ഉണ്ടാവും. അതിന്റെ റിപ്പോർട്ട് തരാൻ വേണ്ടിയിട്ട് കൺട്രോളറോടും രജിസ്ട്രാറോടും അതുപോലെ തന്നെ നമ്മുടെ IQAC ഡയറക്ടറും അവർ ചേർന്നിട്ടുള്ളൊരു കമ്മിറ്റി അന്വേഷിക്കുന്നുണ്ട്. അതൊരു ഇന്റേണൽ എൻക്വയറി ആയിട്ടുണ്ടാവുകയും നടപടികൾ. നഷ്ടപ്പെട്ട പേപ്പറിൽ ശരാശരി മാർക്ക് നൽകണമെന്ന വിദ്യാർത്ഥികളുടെ വാദം സർവകലാശാല അധികൃതർ പൂർണ്ണമായി തള്ളി.
ഏപ്രിൽ 7-ന് പുനഃപരീക്ഷ പ്രഖ്യാപിച്ചു. അന്നേ ദിവസം പരീക്ഷയ്ക്ക് ഹാജരാകാത്തവർക്ക് ഏപ്രിൽ 22-ന് അവസരം നൽകും. പരീക്ഷ പൂർത്തിയായി 3 ദിവസത്തിനകം ക്യാമ്പിൽ തന്നെ മൂല്യനിർണ്ണയം നടത്തും. 7-ാം തീയതി പരീക്ഷ നടത്തുമെന്ന് നേരത്തെ കൺട്രോളർ അറിയിച്ചിട്ടുള്ളതാണ്. അന്ന് തന്നെ പരീക്ഷ നടത്തും. പക്ഷേ എല്ലാ കുട്ടികൾക്കും എഴുതാൻ പറ്റില്ല എന്ന് യൂണിവേഴ്സിറ്റിക്ക് അറിയാം. അതുകൊണ്ട് ഇതേ പരീക്ഷ തന്നെ 22-ാം തീയതിയും വീണ്ടും നടത്തും. സർവകലാശാല തീരുമാനത്തെ നിയമപരമായി നേരിടുമെന്ന് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ പറഞ്ഞു. നമ്മൾ ലീഗലി മൂവ് ചെയ്യാനാണ് ഇപ്പോൾ താല്പര്യമുള്ളത്. പിന്നെ 22-ാം തീയതി ആരും ചോദിച്ചാണ് ഇത്രയും പിള്ളേർക്ക് എഴുതാൻ പറ്റുമെന്നുള്ള തീരുമാനം എടുത്ത് എനിക്ക് അറിയത്തില്ല. കാര്യം പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഒരിക്കലും 22-ാം തീയതി വന്ന് എഴുതാൻ പറ്റുമെന്ന് അയാൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ തീരുമാനം എടുത്തത് നമ്മുടെ ഒരാളത്ത് പോലൊരു അഭിപ്രായം ചോദിച്ചിട്ടല്ല ഈ തീരുമാനം എടുത്തത്. പിന്നെ ഇപ്പോൾ ഇത്രയും മീഡിയാസിനെ പറ്റിക്കാനും നമ്മളെ പറ്റിക്കാനും വെറുതെ ഇവിടെ ഒരു മീറ്റിംഗ് കൂടി എന്നിട്ട് വെറുതെ നേരത്തെ എടുത്ത തീരുമാനം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. അതിലെന്ത് അർത്ഥമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം നമ്മൾ വെറുതെ കണ്ണിൽ പൊടിയിടുന്നത് പോലെ ആയിരുന്നു ഇപ്പോഴത്തെ മീറ്റിംഗ് കാരണം. നിലവിൽ വൈസ് ചാൻസലർ DGPക്ക് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണവും നടക്കുകയാണ്. കേരള സർവകലാശാലയിൽ ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവത്തിൽ പ്രതിഷേധവുമായി ABVP. സർവകലാശാല ആസ്ഥാനത്തായിരുന്നു പ്രതിഷേധം. സിൻഡിക്കേറ്റ് യോഗം നടക്കുന്ന ഹാളിലേക്ക് മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്തു. ഇത്രയേറെ വിമർശനങ്ങൾ വന്നിട്ടും നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചയാൾ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായില്ലെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് പോലും തയ്യാറായില്ല. ഇത് ഈയൊരു വ്യക്തിയുടെ മാത്രം ചിന്താഗതിയായി ചുരുക്കി കാണുന്നില്ല. അടുത്തറിയാവുന്ന പലരും ഈ മനോനില ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഒരാളുടെ പേര് മാത്രം പരസ്യമായി പുറത്തു പറയാതിരുന്നതെന്നും ശാരദാ മുരളീധരൻ Q18-ൽ പറഞ്ഞു. ഇത് പറഞ്ഞ സമയത്ത് പ്രവൃത്തി മുൻഗാമിയേക്കാളും വെളുത്തതല്ല, കറുത്തതാണ്. അതായത് ഈ വർക്കിനെയാണ് പറഞ്ഞത് എന്നുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ വന്നു കേട്ടു. അതെ, പറഞ്ഞത് ഇങ്ങനെ തന്നെയായിരുന്നു. കറുത്തിരിക്കുന്നത് പോലെ തന്നെയാണ് അഡ്മിനിസ്ട്രേഷനും. അത്രയും അതുപോലെ കറുപ്പാണ്. വേണുവിൻ്റെ പോലെ അല്ല വെളുത്തിരുന്നപ്പോൾ ഇത് കറുപ്പാണ്. പിന്നെ ഇപ്പം ഞങ്ങളെ മുഖഭാവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ പറയേണ്ടാത്തത് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് പറഞ്ഞു അല്ല അതും കുറേ കർക്കശമാണ് എന്നൊക്കെ പറഞ്ഞ് അത് ഉഴപ്പിയതാണ്. ഈ മനസ്സിലിരിപ്പ് ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല, എത്രയോ പേരുടെ മനസ്സിലിരിപ്പ് ആണ്. ഇപ്പോൾ കുറച്ച് ഇതായിട്ട് ലൂസായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതങ്ങോട്ട് പുറത്തു വന്നു എന്ന് മാത്രം. പക്ഷേ എത്രയോ പേരുടെ ഇപ്പം ഞാൻ അറിയുകയും സ്നേഹിക്കുന്ന എത്രയോ പേരുടെ മനസ്സിലിരിപ്പ് എങ്ങനെയുണ്ട്. അപ്പം എൻ്റെ ചുറ്റുമുള്ളവരുടെ അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഒരാളെ മാത്രം ഇത് ചെയ്തിട്ട് വിക്ടിമൈസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കോൾ ഔട്ട് ചെയ്യുന്നത് കാര്യമില്ല. എനിക്ക് കോൾ ഔട്ട് ചെയ്യേണ്ടത് മൊത്തം സമൂഹത്തിനെയാണ്. ഇത്രയും വലിയ വിവാദം വന്ന ശേഷം എന്തെങ്കിലും റെസ്പോൺസ് ആ ഭാഗത്തുനിന്നുണ്ടായോ? ക്ഷമ പറയുകയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫീഡ്ബാക്ക് ഉണ്ടായോ? ഇല്ല. പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു പക്ഷെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടാകണം. അതെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. Q18-ൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനുമായി നടത്തിയ അഭിമുഖത്തിന്റെ വിശദരൂപം കാണാം രാത്രി 9:30. വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അമ്പലവയൽ സ്വദേശി ഗോകുലാണ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടെ ധരിച്ചിരുന്ന ഷർട്ട് ഉപയോഗിച്ചാണ് ഇയാൾ തൂങ്ങി മരിച്ചത്. മാർച്ച് 26-ന് കൽപ്പറ്റയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കാണാതായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ പെൺകുട്ടിയെ കോഴിക്കോട് കണ്ടെത്തി. പെൺകുട്ടിക്കൊപ്പം ഗോകുലും ഉണ്ടായിരുന്നു. ഇവരെ കൽപ്പറ്റയിൽ എത്തിച്ച ശേഷം പെൺകുട്ടിയെ വീട്ടുകാർക്കൊപ്പം വിട്ടു.